2026 വിഷു വർഷഫലം ഉത്രനക്ഷത്രം. ഉത്രനക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു നേട്ടങ്ങൾ, വിഷു അനുസരിച്ച് വിഷു നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഉത്രനക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഉന്നതിയും മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. സാമ്പത്തിക കാര്യത്തിലൊക്കെ അഭിവൃദ്ധി വന്നു ചേരുന്ന വർഷമാണ്. ജീവിതത്തിലും ഔദ്യോഗിക രംഗത്തും ഒക്കെ സ്ഥാനക്കയറ്റം ലഭിക്കാം. ഔദ്യോഗിക രംഗത്ത് സ്ഥാനക്കയറ്റം കിട്ടുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പുതിയ വീട് നിർമ്മാണം ഉണ്ടാകുന്നതും പുതിയ വീട് പണിയണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാതിരുന്നവർക്ക് പുതിയ ഗൃഹനിർമ്മാണമൊക്കെ തുടങ്ങാം. ഈ വർഷം തന്നെ നിങ്ങളുടെ കഴിയുന്നതും നിങ്ങളുടെ വീട് പണി കഴിഞ്ഞ് ഗൃഹപ്രവേശമൊക്കെ സാധ്യമാകുന്നതാണ്. കുടുംബത്തിലെ സമാധാനം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ദാമ്പത്യ ഐക്യം, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ദാമ്പത്യ ഐക്യം ഉണ്ടാകുന്നതാണ്. സൂര്യൻ്റെ ശുക്രൻ്റെ അനുകൂല സ്വാധീനം നിങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു വർഷമാണ്. പുതിയ സംരംഭം തുടങ്ങാനും പഴയത് വിപുലപ്പെടുത്താനും ഒക്കെ സാധ്യമാകുന്നതാണ്. പല കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്നതാണ്. പുതിയ പ്രോജക്റ്റുകളുടെ വികസന പദ്ധതികളിൽ ഭാഗമാകാനൊക്കെ കഴിയുന്നതാണ്. തൊഴിൽ രംഗത്ത് സ്ഥലം മാറ്റം, പ്രമോഷൻ ഇവയൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. ബന്ധുമിത്രാദികളിൽ നിന്നും സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ ആരോഗ്യകാര്യങ്ങളെ വഷളാകാതിരിക്കാനായിട്ട് മധ്യപ്രായം കഴിഞ്ഞവർ, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ചികിത്സയിലിരിക്കുന്നവർ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സയൊക്കെ കഴിഞ്ഞവരൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന നന്നായിരിക്കും അവരുടെ ആരോഗ്യകാര്യത്തിൽ. മധ്യപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ആരോഗ്യകാര്യത്തിലൊക്കെ രോഗാരിഷ്ടതകളും ഒക്കെ, വാതപിത്ത രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാം, നിർദോഷ രോഗങ്ങളൊക്കെ മൂർച്ഛിക്കാം. അപ്പോൾ അതുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എക്സസൈസും ഭക്ഷണ രീതിയും ചികിത്സാ രീതിയും ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ആരോഗ്യം ബെറ്റർ ആവുന്നതാണ്. മുൻകോപം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. അതുമൂലം ചില നിങ്ങളുടെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മുൻകോപം മൂലം ചില നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് അതൊന്നും നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. എടുത്തു ചാടിയിട്ടുള്ളൊരു യാത്രകളോ തീരുമാനങ്ങളോ സംരംഭങ്ങളോ ഒന്നും തുടങ്ങുന്നത് നല്ലതല്ല. വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഉന്നതരായിട്ടുള്ള നല്ല ആളുകളിൽ നിന്നൊക്കെ നല്ല അഡ്വൈസൊക്കെ എടുത്ത് 1-2 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നത് നന്നായിരിക്കും. ചില സാമ്പത്തിക ബാധ്യതകൾ വർഷാവസാനത്തോടു കൂടി നിങ്ങൾക്ക് വന്നുപെടുന്നതാണ്. ചിലവുകളും ധാരാളം അധിക ചിലവുകൾ ധാരാളമായിട്ട് അനുഭവയോഗ്യമാണ്. ഈശ്വര പ്രാർത്ഥനയിലൂടെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മറികടക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് സാധ്യമാകുമെന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്, അല്ലെങ്കിൽ ദേവി മഹാത്മ്യ പാരായണം നിരന്തരമായിട്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവി മഹാത്മ്യ പാരായണം ചെയ്യുന്നത്, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. ഏതാണോ നിങ്ങൾ കൂടുതലായിട്ട് സമയം അതിൽ, ഇപ്പോൾ ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്നവരുണ്ട്. അവർ എത്ര തിരക്കുണ്ടെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ദേവി മഹാത്മ്യം 5, 11 അധ്യായം, 4, 5, 11 അധ്യായങ്ങൾ നിരന്തരമായിട്ട് പാരായണം ചെയ്യുന്നതും ഒക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമാണ്.